നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിഗ്രഷൻ ടെസ്റ്റിലെ നല്ലൊരു മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കാനുള്ള സെവറൽ സ്റ്റെപ്സുകളായിരുന്നു. അപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പെർഫോമിങ് ദി ഇനീഷ്യൽ സ്മോക്ക് ടെസ്റ്റ് ഓർ സാനിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ദി ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ദി ടെസ്റ്റ് കേസസ് സെലക്ട് ചെയ്യാനുള്ള റിഗ്രഷൻ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് കേസുകൾ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആയിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ ആ ടെസ്റ്റ് കേസുകളെ നമ്മൾ ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെത്തഡോളജി ഫോർ സെലക്ടിങ് ടെസ്റ്റ് കേസ് സെലക്ട് ചെയ്യാനുള്ള മെത്തഡോളജി ആയിരുന്നു ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. അതുപോലെ അഞ്ചാമത്തെ സ്റ്റെപ്പ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റീസെറ്റിംഗ് ദി ടെസ്റ്റ് കേസസ് ഫോർ എക്സിക്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റീസെറ്റിംഗ് എന്ന കൺസെപ്റ്റ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് റീസെറ്റ് ചെയ്യുക, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ കൺക്ലൂഡിങ് ദി റിസൾട്ട് ഓഫ് എ റിഗ്രഷൻ ടെസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു അതിൻ്റെ റിസൾട്ടുകളെ കൺക്ലൂഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ചെയ്ത റിഗ്രഷൻ ടെസ്റ്റ് പാസ് ആണോ അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റ് ഫെയിൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് പാസ്സായിട്ടുള്ളത്, ഏത് സിറ്റുവേഷനിലാണ് ഫെയിൽ ആയിരിക്കുക എന്നൊക്കെ തീരുമാനിക്കുക ഏതൊക്കെ ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഫൈനൽ സ്റ്റെപ്പിൽ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സിൻസ് ദി റിഗ്രഷൻ യൂസസ് ദി ടെസ്റ്റ് കേസസ് ദാറ്റ് ഹാവ് ഓൾറെഡി എക്സിക്യൂട്ടഡ് മോർ ദാൻ വൺസ്, it is expected that 100% of these of those test cases pass using the same build if defect fixes are done right. അതായത് അവിടെ പറയുന്നത്, നമ്മുടെ ഒരു ബിൽഡ് എടുത്ത് കഴിയുമ്പോൾ, ഒരു കറണ്ട് ബിൽഡിൽ ഡിഫക്റ്റ് ഒക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രീവിയസ് ബിൽഡിൽ റിഗ്രഷൻ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടെത്തിയ ബഗ്ഗുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ കറണ്ട് ബിൽഡിൽ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രീവിയസ് ബിൽഡിൽ ടെസ്റ്റുകൾ നടത്തുമ്പോൾ, റിഗ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ പാസ്സായിട്ടുള്ള ടെസ്റ്റ് കേസുകൾ എന്ത് ചെയ്യണം, നമ്മളെ കറണ്ട് ബിൽഡിലും കൃത്യമായിട്ട് പാസ്സാണോ. അതായത് നമ്മളെ കറണ്ട് ബിൽഡ് ഒരു 11ാമത്തെ ബിൽഡാണെങ്കിൽ നമ്മളെ 10ാമത്തെ ബിൽഡിൽ നടത്തിയ സെയിം ടെസ്റ്റ് കേസുകളായിരിക്കും നമ്മൾ 11ാമത്തെ ബിൽഡിലും നടത്തുന്നുണ്ടാവുക. അപ്പോൾ 10ാമത്തെ ടെസ്റ്റ് കേസുകൾ പാസ്സായ റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, 11ലും നമ്മൾ നടത്തുമ്പോൾ പാസ്സാവണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മോർ ദാൻ വൺ ടൈംസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മോർ ദാൻ ഡിഫറെൻറ്റ് ബിൽഡുകളിൽ മോർ ദാൻ വൺ ടൈമിൽ സെയിം ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പുതിയൊരു ബിൽഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം, പ്രീവിയസ് ബിൽഡിൽ നടത്തിയ ടെസ്റ്റ് കേസസ് ഒക്കെ പുതിയ ബിൽഡിൽ പാസ്സാവുന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ കൂടി നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റും. In situation where the pass percentage is not 100%, the test manager can compare the previous result of the test cases to conclude whether the regression was successful or not. അപ്പം പ്രീവിയസ് ടെസ്റ്റിൽ നടത്തിയ ബിൽഡിൽ നടത്തിയ ടെസ്റ്റ് കേസുകൾ കറണ്ട് ബിൽഡിലും വർക്കാമെന്നുള്ളൊരു, കറണ്ട് ബിൽഡിലും പോസിറ്റീവ് റിസൾട്ട് തരുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു 100% കിട്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, നമ്മൾ പ്രീവിയസ് ബിൽഡിൽ നമുക്ക് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് സെയിം ടെസ്റ്റ് കേസിൽ കറണ്ട് ബിൽഡിലേക്ക് നടത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു 100% കഴിഞ്ഞ പാസ്സായ ടെസ്റ്റ് കേസൊന്നും കറണ്ട് ബിൽഡിൽ പാസ്സായിട്ടില്ലെങ്കിൽ, ആ ഒരു 100%ലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഫെയിൽഡായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് റിഗ്രഷൻ ടെസ്റ്റ് ഫെയിലായി നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അവിടെ ചെറിയൊരു പാസ്സാവേണ്ട ഒരു സാധ്യത കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ, 100% മീറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ തീരുമാനിക്കാം ഇതൊരു ടെസ്റ്റ് കേസ് പാസ്സായിട്ടുണ്ട് ഇല്ല എന്ന് തീരുമാനിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് അവിടെ നോക്കാനുള്ളത്. അപ്പോൾ ഇഫ് ദ റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസസ് വാസ് pass using previous build and failed in the current build, then regression has failed. അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മുടെ ബിൽഡ് പാസ്സായിനോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിലെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ പ്രീവിയസ് ബിൽഡിൽ പാസ്സായതും അതേപോലെ കറണ്ട് ബിൽഡിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റ് ഫെയിൽ ആണെന്നാണ് അതിന്റെ മീനിങ്. അതായത് നമ്മൾ 10ാമത്തെ ബിൽഡിൽ എന്ത് ചെയ്യാണ്, 10ാമത്തെ ബിൽഡിൽ കുറച്ച് ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ ആ എക്സിക്യൂട്ട് ചെയ്ത ടെസ്റ്റ് കേസുകളൊക്കെ പാസ്സാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ
11ാമത്തെ ബിൽഡിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടോ എന്തോ വേറെ എന്തോ ഒരു റിപ്പോർട്ട് ചെയ്ത ബഗ്ഗുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടോ എന്തോ കൊണ്ട് 11ാമത്തെ ബിൽഡ് റിലീസ് ചെയ്ത് അതിന്റെ മുകളിൽ 10ാമത്തെ ബിൽഡിൽ നടത്തിയ സെയിം ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10ാമത്തെ ബിൽഡിൽ പാസ്സായ സെയിം ടെസ്റ്റ് കേസുകൾ 11ലും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 11ലും അത് പാസ്സായിട്ടില്ലെങ്കിൽ, അതായത് അതാണ് പിന്നെ 11ലും അത്തരം ടെസ്റ്റ് കേസുകൾ സെയിം ഔട്ട്പുട്ട് തന്നിട്ടില്ലെങ്കിൽ, സെയിം റിസൾട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിഗ്രഷൻ ഫെയിൽ ആയതായിട്ട് കണക്കാക്കും. A new build is required and the testing must start from the scratch after resetting the test cases. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കറണ്ട് ബിൽഡിൽ ഫെയിൽ ആവുകയും പ്രീവിയസ് ബിൽഡിൽ പാസ്സാവുകയും ചെയ്ത ടെസ്റ്റ് കേസസുകൾ വന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു പുതിയ ബിൽഡിന്റെ ഒരു ആവശ്യമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫിക്സ് ചെയ്തുകൊണ്ട് പുതിയ ബിൽഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു 10ാമത്തേൽ പാസ് ചെയ്തു, 11ാമത്തേൽ സെയിം ടെസ്റ്റ് കേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫെയിലായി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഒരു 12ാമത്തെ ബിൽഡിൽ ചേഞ്ചസ് വരുത്തിയിട്ട് 12ാമത്തെ ബിൽഡ് ഇറക്കണം. അതായത് പുതിയൊരു ബിൽഡിന്റെ ആവശ്യം വരും. അങ്ങനെ പുതിയ ബിൽഡ് ആവശ്യമായിട്ട് വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് കേസുകൾ എന്ത് ചെയ്യണം? അതിലൊക്കെ നമ്മൾ ടെസ്റ്റ് കേസുകളൊക്കെ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ റീസെറ്റിംഗ് എന്തിനാണെന്ന് കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു ബിൽഡ് ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ ടെസ്റ്റ് കേസുകൾ റീസെറ്റ് ചെയ്യാൻ വേണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് ദി റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസസ് വാസ് ഫെയിൽഡ് യൂസിങ് പ്രീവിയസ് ബിൽഡ് ആൻഡ് പാസ് ഇൻ ദി കറന്റ് ബിൽഡ്, then it is safe to assume the defect fixes as worked. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്ത് ചെയ്യാണ്? ഒരു പ്രീവിയസ് ബിൽഡിൽ ഫെയിൽ ആയ ടെസ്റ്റ് കേസ് നമ്മൾ ഒരു പുതിയ ബിൽഡിലേക്ക് വരുമ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു റിഗ്രഷൻ പാസ്സായതായിട്ട് കണക്കാക്കാം. അതായത് ഒരു 10ാമത്തെ ബിൽഡിൽ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്യാണ്. ആ ടെസ്റ്റ് കേസ് 10ാമത്തെ ബിൽഡിൽ എന്ത് ചെയ്തു? പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഫെയിൽ ആയിപ്പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പിന്നെ 11ാമത്തെ ബിൽഡ് ഇറക്കി, ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് 11ാമത്തെ ബിൽഡ് ഇറക്കി നിർത്താം. അപ്പൊ 11ാമത്തെ ബിൽഡിൽ 10ാമത്തെ ബിൽഡിൽ ഫെയിൽ ആയ സെയിം ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് കേസ് പാസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 10ൽ നിന്ന് 11ലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും, എന്തോ ഫിക്സുകൾ വരുത്തിയിട്ടുണ്ടോ, പ്രശ്നങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ടായിരിക്കും 11ാമത്തെ ബിൽഡ് ഇറക്കിയിട്ടുണ്ടാവുക. ആ ഫിക്സുകൾ വർക്കായിട്ടുണ്ട്, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തത് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. then it is safe to assume that defect fixes are worked. അപ്പൊ നമ്മളെ ഡിഫക്റ്റ് ഫിക്സസുകളൊക്കെ വർക്കായിട്ടുണ്ട് എന്നൊരു എന്തിലേക്ക് അസംഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. എന്ത് 10ാമത്തെ ഇപ്പൊ ഒരു പ്രീവിയസ് ബിൽഡിൽ ഫെയിലായ സെയിം ടെസ്റ്റ് കേസുകൾ കറണ്ട് ബിൽഡിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പാസ്സാവുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഡിഫക്റ്റ് ഫിക്സുകൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്താക്കാം? പാസ്സായതായിട്ട് കണക്കാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് ദി റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് വാസ് fail using the previous build and fail in current build, and if there is no defect fixes for these particular test cases, it means that the result of these test cases should not be considered for the pass percentage. This may also means that such test cases should not be selected for regression. ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഏതോ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിന്റെ മേലെ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് കേസ് ഫെയിൽ ആവുകയും ഈ ഒരു സെയിം ടെസ്റ്റ് കേസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുതിയൊരു കറണ്ട് ബിൽഡിൽ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ അവിടെയും അത് ഫെയിൽ ആയി. രണ്ട് സിറ്റുവേഷൻ അത് ഫെയിലായി. അതായത് പ്രീവിയസ് ബിൽഡിലും ഫെയിലായി, അതുപോലെ കറണ്ട് ബിൽഡിലും ഫെയിലായി. അതായത് നമ്മളിപ്പോ കറന്റ്ലി ഒരു 11ാമത്തെ ബിൽഡാണ് ഇറക്കിയതെങ്കിൽ 11ന്റെ പ്രീവിയസ് ബിൽഡ് എന്ന് പറഞ്ഞാൽ 10th ആയിരിക്കും അല്ലെ? 10th ബിൽഡിൽ എന്തായി? ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഫെയിലായി. അതേപോലെ 11th ബിൽഡിലും ആ ടെസ്റ്റ് കേസ് ഫെയിലായി. അങ്ങനത്തെ സിറ്റുവേഷനാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 10നും 11ക്കും എന്തായാലും എന്തോ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും അല്ലെ? 10ലെ എന്തോ ഒരു റിഗ്രഷൻ ഫെയിലായി കഴിഞ്ഞപ്പോൾ ആ റിഗ്രഷൻ അടുത്തതിൽ പാസ്സാക്കണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ അത് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള റിഗ്രഷൻ ഇന്റൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കോഡിൽ ചേഞ്ചസ് വരുത്തും. അപ്പം 10ൽ ഇങ്ങനെ കണ്ടുപിടിച്ച ബഗ്, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച ബഗ്
ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ കോഡിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി അതിനുശേഷം സോൾവ് ചെയ്യുന്ന അസംഷനോട് കൂടി 11ാമത്തെ ബിൽഡിൽ സെയിം ടെസ്റ്റ് കേസ് സെയിം റിഗ്രഷൻ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയും എന്താണ് നമുക്ക് ഫെയിൽ കിട്ടുക, 2 സിറ്റുവേഷനിലും ഫെയിൽ കിട്ടുക. അപ്പം ഫെയിൽ കിട്ടിയാൽ കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫെയിൽ ആണെന്നാണ് മീനിങ്. അതായത് നമ്മുടെ ഡിഫക്റ്റ് ഫിക്സസ് ഒന്നും കൃത്യമായിട്ട് കൃത്യമായിട്ടില്ല, ഡിഫക്റ്റ് ഫിക്സസ് അവിടെ ചെയ്തതൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പം അതേപോലെ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കേസ് പാസ്സാവേണ്ട മിനിമം പെർസെൻറ്റേജ് അവിടെ എത്തിയിട്ടില്ല, അത് എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് ഇറ്റ് മേ മീൻസ് ദാറ്റ് ദി റിസൾട്ട് ഓഫ് ദി ടെസ്റ്റ് കേസ് ഷുഡ് നോട്ട് ബി കൺസിഡർഡ് ഫോർ പാസ് പെർസെൻറ്റേജ്. അത് ടെസ്റ്റ് കേസ് പാസ്സാവേണ്ട, റിഗ്രഷൻ ടെസ്റ്റ് പാസ്സാവേണ്ട മിനിമം പെർസെൻറ്റേജ് പോലും എന്തിനില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിന് ഇല്ല. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ദിസ് മേ മീൻസ് ദാറ്റ് ദി സച്ച് ടെസ്റ്റ് കേസസ് ഷുഡ് നോട്ട് ബി സെലക്ട് ഫോർ റിഗ്രഷൻ. അങ്ങനെ ടെസ്റ്റ് കേസുകൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഒന്നിലും പാസ്സാവാത്ത ടെസ്റ്റ് കേസുകൾ അങ്ങനെ റിഗ്രഷൻ ടെസ്റ്റിങ്ങിന് പരിഗണിക്കേണ്ട എന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത്, ഇഫ് ദി റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഈസ് ഫെയിൽ യൂസിംഗ് ദി പ്രീവിയസ് ബിൽഡ് ബട്ട് വർക്ക് വിത്ത് എ ഡോക്യുമെന്റഡ് വർക്ക് അറൗണ്ട് ആൻഡ് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദി വർക്ക് അറൗണ്ട് then it should be considered as pass for the both the system test cycle and regression test cycle. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് പ്രീവിയസ് ബിൽഡിൽ ഫെയിൽ ആണ്, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രീവിയസ് ബിൽഡിൽ ഫെയിൽ ആവാണ്. അതുപോലെ ഇപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള ശ്രമം ഇപ്പം നടത്തുന്നുണ്ടാവാം. അപ്പം നമ്മളങ്ങനെ ഓവർകം ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കാൻ നോക്കുക. അപ്പൊ ഒരു മെത്തേഡ് എന്ത് ചെയ്യാണ്, ആ ഒരു മെത്തേഡ് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് സാറ്റിസ്ഫാക്ടറി ആകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, then it should be considered as pass for the both systems test cycle and regression test cycle. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ സിസ്റ്റം ടെസ്റ്റ് സൈക്കിൾ ആയാലും ശരി അല്ലെങ്കിൽ നമ്മുടെ റിഗ്രഷൻ ടെസ്റ്റ് സൈക്കിൾ ആയാലും ശരി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പാസ് ആയതായിട്ട് കണക്കാക്കാൻ പറ്റും. If you are not satisfied with the workaround, then it should be considered as fail for the system test cycle but may be considered as pass for regression test cycle. അപ്പൊ നമ്മൾ ഈ ഒരു വർക്ക് റൗണ്ട്, അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു മെത്തേഡ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഒരു സിസ്റ്റം എഞ്ചിനീയർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിനെ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം ടെസ്റ്റ് സൈക്കിളിന്റെ കേസിൽ ഫെയിൽ ആയിട്ടും പക്ഷെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഒരു റിഗ്രഷൻ ടെസ്റ്റ് സൈക്കിളിന്റെ കേസിൽ വേണമെങ്കിൽ ഡിപ്പെൻസ് എന്ത് ചെയ്യാം, പാസ്സാകായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഏതൊക്കെ സിറ്റുവേഷനിലാണ് പാസ്സാവുക, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഫെയിൽ ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ഒരു ടേബിളാർ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ടേബിളാർ ഫോർമാറ്റ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ കറണ്ട് റിസൾട്ട് എന്ന് പറയുന്ന ഫ്രം റിഗ്രഷൻ അതുപോലെ പ്രീവിയസ് റിസൾട്ട്, കൺക്ലൂഷൻ, റിമാർക്സ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ റിഗ്രഷനിലെ കറണ്ട് റിസൾട്ട് ഫെയിലും പ്രീവിയസ് റിസൾട്ട് പാസും ആണെങ്കിൽ, അതായത് നമ്മുടെ ഒരു 11ാമത്തെ ബിൽഡിലാണ് നമ്മൾ കറന്റ്ലി ഉള്ളതെന്ന് വെക്കുക. അപ്പം 11ാമത്തെ ബിൽഡിൽ നടത്തിയ ആ ടെസ്റ്റ് കേസ്, പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഫെയിലും അതിന്റെ തൊട്ട് മുമ്പത്തെ നമ്മളൊരു 10ാമത്തെ ബിൽഡിൽ നടത്തിയ റിഗ്രഷന്റെ ഈ ഒരു ടെസ്റ്റ് കേസ്, അപ്പൊ രണ്ടിലും നമ്മൾ സെയിം ടെസ്റ്റ് കേസാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം രണ്ടിലും സെയിം ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം കറന്റ്ലി നടത്തിയ, നമ്മൾ ഇപ്പം നിൽക്കുന്ന ബിൽഡിൽ നടത്തിയ, അതായത് 11ാമത്തെ ബിൽഡിൽ നടത്തിയ ഒരു ടെസ്റ്റ് കേസ്, പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഫെയിൽ ആകുകയാണ്. സെയിം ടെസ്റ്റ് കേസുകൾ നമ്മൾ പ്രീവിയസ് ബിൽഡിൽ നടത്തിയപ്പോൾ തൊട്ട് മുമ്പിലെ ബിൽഡ് നടത്തുമ്പോൾ ആ ഒരു ടെസ്റ്റ് കേസ് പാസ് ആവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനാണ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റിഗ്രഷൻ ഫെയിൽ ആയതായിട്ട് കണക്കാക്കാം. ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ റിമാർക്സ്, നീഡ് ടു ഇംപ്രൂവ് ദി റിഗ്രഷൻ പ്രോസസ് ആൻഡ് കോഡ് റിവ്യൂ. അപ്പം എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ റിഗ്രഷൻ പ്രോസസ്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുകയും അതേപോലെ നമ്മളെ ഈ ഒരു കോഡിനെ എന്ത് ചെയ്യണം, നമ്മളെന്തായാലും 10ാമത്തെ 11ാമത്തിലേക്ക് വരുമ്പോൾ കോഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ചേഞ്ചസ് വരുത്തിയ കോഡിനെ കൃത്യമായിട്ട് നമ്മൾ ഒന്നുകൂടിയും വീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ റിമാർക്സിൽ പറയുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. ഇനി നമ്മൾ
കറണ്ട് റിസൾട്ട് ഫ്രം ദ റിഗ്രഷൻ പാസും പ്രീവിയസ് റിസൾട്ട് റിഗ്രഷന്റെ പ്രീവിയസ് റിസൾട്ട് ഫെയിലും ആണെങ്കിൽ നമുക്ക് എന്താക്കാം, പാസ്സായതായിട്ട് കണക്കാക്കാം അല്ലെ. പ്രീവിയസ് ഫെയിലാണ്, അപ്പൊ കറണ്ടിലേക്ക് വരുമ്പോൾ 10ാമത്തേൽ ഫെയിലായ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് 11ാമത്തിലേക്ക് വരുമ്പോൾ എന്താവാണ്, സക്സസ് ആവുകയാണ് അല്ലെ. 10ൽ ഫെയിലായ ടെസ്റ്റ് കേസ് 11ാമത്തിലേക്ക് വരുമ്പോൾ സക്സസ് ആവുകയാണ്. അപ്പൊ അതാണ്, അതൊരു പ്രോഗ്രസ് ആണ് അല്ലെ, നല്ലൊരു പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ്സായിട്ട് കണക്കാക്കും, കാരണം ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ഇൻഡിക്കേഷൻ അല്ലേ. അപ്പൊ റിമാർക്സിൽ എന്താ പറയുന്നത്, ദിസ് ഈസ് ദി എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ദി ഗുഡ് റിഗ്രഷൻ ടു സേ ഡിഫക്റ്റ് ഫിക്സസ് വർക്ക് പ്രോപ്പർലി. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയുന്നതാണ്, നമ്മൾ 10ാമത്തെ ബിൽഡിൽ എന്തോ ഒരു ഡിഫക്റ്റ് കണ്ടെത്തിയിട്ടാണ് അതിൽ കോഡ് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഡിഫക്റ്റ് ഫിക്സിങ്ങിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഡിഫക്റ്റ് ഫിക്സിങ്ങിലായ ശ്രമം വിജയകരമായുള്ള ഇൻഡിക്കേഷൻ ആണ് ആ ഒരു റിഗ്രഷൻ ടെസ്റ്റ്, പെർട്ടിക്കുലർ റിഗ്രഷൻ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ട്, അതായത് അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു അല്ലെ. ഡിഫക്റ്റീവ് ഫിക്സസ് വർക്ക് പ്രോപ്പർലി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു കൺക്ലൂഷനിലാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുക. അതാണ് റിമാർക്സിൽ അവിടെ പറഞ്ഞത്. ഇനിയിപ്പം അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കറണ്ട് റിസൾട്ട് ഫ്രം റിഗ്രഷൻ ഫെയിലും അതുപോലെ പ്രീവിയസ് റിസൾട്ട് ഫെയിലും, രണ്ട് ഫെയിലാണ്. അപ്പോൾ നമുക്കൊന്നും ആലോചിക്കില്ല, രണ്ട് സിറ്റുവേഷനിലും നടത്തിയ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഫെയിലാണ്. 10ാമത്തെ ബിൽഡിൽ നടത്തിയത് ഫെയിലാണ്, കറന്റ് വെക്കുന്ന ബിൽഡ് 11ാമത്തെ ബിൽഡിൽ നടത്തിയ റിഗ്രഷൻ ടെസ്റ്റ് ഫെയിലാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സിംപ്ലി എന്ത് പറയാം, ഒന്നും ആലോചിക്കാനുള്ള ഒരു റിഗ്രഷൻ ടെസ്റ്റ് ഫെയിൽ ആയിട്ട് അതായത് കണക്കാക്കും. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ റിമാർക്സ് പറയുന്നത് നോക്കാം. നീഡ് ടു അനലൈസ് വൈ ഡിഫക്റ്റ് ഫിക്സസ് ആർ നോട്ട് വർക്കിംഗ്, ഇറ്റ് ഈസ് റോങ് ഫിക്സ് ആൻഡ് ആൾസോ ഷുഡ് അനലൈസ് വൈ ദീസ് ടെസ്റ്റ് ഈസ് റീറൺ ഫോർ റിഗ്രഷൻ. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെ രണ്ട് കേസിലും ഫെയിൽ ആകുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡിഫക്റ്റ് ഫിക്സ് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, ഒരു പെർട്ടിക്കുലർ ബഗിനെ ഫിക്സ് ചെയ്യാന്നുള്ള ഇന്റൻഷനോട് നടത്തിയ ഒരു കോഡിലെ ചേഞ്ചസ് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, അതുപോലെ ഈ ഒരു ഫിക്സിങ് റോങ് ആയിട്ടുള്ള ഒരു ഫിക്സിങ് ആയിരുന്നോ, തെറ്റായിട്ടുള്ള നമ്മുടെ ഒരു രീതി ഫിക്സ് ചെയ്യാനുള്ള ഈ ഒരു രീതി തെറ്റായിരുന്നോ എന്നുള്ള കാര്യവും, അതേപോലെ നമ്മൾ എന്തിനാണ് ഈ ഒരു റിഗ്രഷൻ ടെസ്റ്റ് വീണ്ടും റീറൺ ചെയ്തു എന്നുള്ള കാര്യവും എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വർക്ക് അറൗണ്ട്, അതായത് നമ്മളൊരു പിന്നെ ഒരു മെത്തേഡ് ഓഫ് പിന്നെ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് കേസ് പാസ്സാവുകയാണെങ്കിൽ, അതേപോലെ നമ്മൾ പ്രീവിയസ് റിസൾട്ടിൽ നോക്കുമ്പോൾ അത് ഫെയിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അനലൈസ് ദി വർക്ക് അറൗണ്ട് ആൻഡ് ഇഫ് സാറ്റിസ്ഫൈഡ് മാർക്ക് ടെസ്റ്റ് റിസൾട്ട് പാസ് ആവും. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക് അറൗണ്ട് അനലൈസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ഓഫ് ഓവർകമ്മിങ് ദി ലിമിറ്റേഷൻ, ഒരു മെത്തേഡ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം അതിനെ പാസ് ചെയ്യണോ വേണ്ടിയോ. ഒരു കാര്യത്തിന് ഈ ഒരു വർക്ക് അറൗണ്ടിനെ അനലൈസ് ചെയ്ത് നമുക്ക് അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും, അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പാസ്സായിട്ടും അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടും കണക്കാക്കാൻ പറ്റും. വർക്ക് അറൗണ്ട് ആൾസോ നീഡ് ടു എ ഗുഡ് റിവ്യൂ ആൻഡ് ആസ് ദേ കൺസിഡർ ആസ് ക്രിയേറ്റ് എ സൈഡ് ഇഫക്റ്റ്. അപ്പം വർക്ക് അറൗണ്ടിൽ നമുക്ക് ഈ വർക്ക് അറൗണ്ടിനെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. ഈ ഒരു മെത്തേഡിനെ, ആൾട്ടർനേറ്റീവ് മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ആൻഡ് ദേ ക്യാൻ ആൾസോ ബി ക്രിയേറ്റ് എ സൈഡ് ഇഫക്റ്റ്. അവർക്ക് എന്തുണ്ടാക്കാം, ഈ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡിന് ചിലപ്പോൾ എന്തുണ്ടാക്കാം, സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് കറണ്ട് റിസൾട്ട് ഫ്രം റിഗ്രഷൻ പാസും അതുപോലെ പ്രീവിയസ് ഫ്രം റിസൾട്ട് പാസും, രണ്ട് പാസ്സാണ്. ഒന്നും ആലോചിക്കാനില്ല, എന്താണ് നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും, പാസ്സായിരിക്കും. രണ്ടും പ്രീവിയസ് ബിൽഡിൽ നടത്തിയതും കറണ്ട് ബിൽഡ് നടത്തിയതുമായിട്ടുള്ള ടെസ്റ്റ് കേസസുകൾ, സെയിം ടെസ്റ്റ് കേസസുകൾ പാസ്സാണെങ്കിൽ കൺക്ലൂഷൻ എന്താണ്, പാസ്സാണ്, ഒന്നും ആലോചിക്കാനില്ല. അപ്പൊ അതിന്റെ റിമാർക്സിൽ പറയുന്നത്, ദിസ് പാറ്റേൺ ഓഫ് റിസൾട്ട് ഗിവ്സ് എ comfort of feeling that there is no side effect side effect due to the defect fixes. അപ്പം ഇവിടെ ഇങ്ങനെ രണ്ട് ടെസ്റ്റ് കേസിലും രണ്ട് ബിൽഡിലും പാസ്സാവണമെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു കംഫർട്ട് ആണ് അല്ലെ. ഒരു ടെസ്റ്റ് എഞ്ചിനീയർക്ക് അല്ലെ എങ്ങനെ കംഫർട്ട് ഉണ്ടാവും, അയാൾക്ക് എന്ത് ഫീൽ ചെയ്യും, നമ്മുടെ ഈ ഒരു ഡിഫക്റ്റ് ഫിക്സുകൾ കൊണ്ട് യാതൊരു സൈഡ് ഇഫക്റ്റുകളും പിന്നീട് ഉണ്ടാവുന്നില്ല എന്നൊരു കംഫർട്ട് അയാൾക്ക് റിഗ്രഷൻ ടെസ്റ്റ് നടത്തുന്ന ആൾക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് കൺക്ലൂഡിങ് ദി റിസൾട്ട് ഓഫ് എ റിഗ്രഷൻ സൈക്കിൾ. അതായത് നമ്മൾ റിഗ്രഷൻ ടെസ്റ്റ് സൈക്കിളിൽ റിഗ്രഷൻ ടെസ്റ്റ് നടത്തിയിട്ട് അവസാനം എന്താണ്, ഒരു നടത്തിയ ടെസ്റ്റ് കേസ് ഫെയിലാണോ അല്ലെങ്കിൽ പാസ്സാണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള
എങ്ങനെ ഡിസൈഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്. നമ്മൾ നടത്തിയ റിഗ്രഷൻ ടെസ്റ്റ് ഫെയിൽ ആണോ അല്ലെങ്കിൽ പാസ് ആവണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു മെത്തഡോളജി സ്റ്റെപ്പിൽ ഫസ്റ്റ് പറഞ്ഞത് ഇനീഷ്യൽ പെർഫോമിങ് ഇനീഷ്യൽ സ്മോക്ക് ഓർ സാനിറ്റി ടെസ്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ബേസിക് ഫങ്ഷനാലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പ്രീവിയസ് ബിൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ബിൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബേസിക് ഫങ്ഷനാലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ടോ കറണ്ട് ബിൽഡിൽ നിന്ന് ചെക്ക് ചെയ്യായിരുന്നു സ്മോക്ക് ടെസ്റ്റിങ്ങിൽ ഉദ്ദേശിച്ചത്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, റിഗ്രഷൻ ടെസ്റ്റിംഗ് ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ബിൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫങ്ഷനാലിറ്റി നമ്മൾ പുതിയൊരു ബിൽഡിലേക്ക് എത്തിച്ചേരുമ്പോഴും മാറ്റങ്ങൾ വരുത്തിയിട്ടോ എൻഹാൻസ് ചെയ്തിട്ടോ കോഡിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ എന്തെങ്കിലും ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫീച്ചർ കൊണ്ടുവന്ന് എൻഹാൻസ് ചെയ്തിട്ടോ എങ്ങനെയാലും ശരി, നമ്മളൊരു പ്രീവിയസ് ബിൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫങ്ഷനാലിറ്റി കറണ്ട് ബിൽഡിലേക്ക് വരുമ്പോൾ എന്താണോ വർക്കാവണം. അത് വർക്കാവുന്നതുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു എന്ത്, റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം റിഗ്രഷൻ ടെസ്റ്റിങ്ങിന്റെ ഒരു നല്ലൊരു മെത്തഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ എന്താണ്, പെർഫോമിംഗ് ഇനീഷ്യൽ സ്മോക്ക് ടെസ്റ്റ് ഒരു സാനിറ്റി ടെസ്റ്റ് എന്നായിരുന്നു പറയുന്നത്. അപ്പൊ സ്മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫങ്ഷനാലിറ്റി തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സ്മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടിയും ഡെപ്തിലേക്ക് പോവാണ്, കുറച്ചുകൂടിയും നമ്മളൊരു സ്പെസിഫിക്കലി പറയുകയാണ്. അതായത് ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് പറയാണ്. ഫങ്ഷനാലിറ്റീന്റെ സബ്സെറ്റ് എന്നുള്ളത് ബേസിക് ഫങ്ഷനാലിറ്റീനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്മോക്ക് ടെസ്റ്റ് നടത്തുക. പക്ഷെ റിഗ്രഷൻ ടെസ്റ്റിംഗ് സിംപ്ലി പറയുമ്പോൾ ഫങ്ഷനാലിറ്റി മൊത്തത്തിൽ, രണ്ടും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ദി ടെസ്റ്റ് കേസസ്. ടെസ്റ്റ് കേസസുകൾ സെലക്ട് ചെയ്യാനുള്ള അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് കേസിന് എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ടെസ്റ്റ് കേസിനെ ഡിഫറെന്റ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചു, ക്ലാസിഫൈ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെസ്റ്റ് കേസുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തഡോളജി, ഒരു കാര്യമായിരുന്നു നാലാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് റീസെറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. ഇതിനാണ് റീസെറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യമായിരുന്നു അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, നമ്മളെ റിഗ്രഷൻ ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ടിലെ കൺക്ലൂഷൻ എന്താണ്, നിഗമനം എന്താണ്, എങ്ങനെയാണ് നിഗമനത്തിൽ എത്തിച്ചേരുക, ഫെയിൽ ആണോ പാസ് ആണോ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്.